നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. വളരെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയ രീതിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതൊരു നാടൻ രീതിയിലുള്ള കറിയാണ്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും എല്ലാറ്റിനും ഒരുപോലെ പോകുന്ന ഒരു അടിപൊളി കുമ്പളങ്ങ കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കുമ്പളങ്ങ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കുമ്പളങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞ് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിത് അവിടെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മോര് കറിക്കൊക്കെ കട്ട് ചെയ്യണ പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തോളൂ. ഇനി നമുക്കിത് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്കും അരപ്പിലേക്കും രണ്ടിലേക്കും കൂടിയിട്ടുള്ളതാണ്. പിന്നെ 3 വറ്റൽമുളകും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചട്ടി ആവണമെന്ന് നിർബന്ധമില്ല. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം, കാരണം നമ്മുടെ കറി നാടൻ രീതിയിലുള്ള കറിയാണ്. അപ്പോൾ ആ കറിയുടെ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ചെറിയ ഉള്ളി ഉണ്ടോ, അത് ഞാൻ വട്ടത്തിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില കഴുകി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഇതിലേക്ക് ഊരിയിട്ട് കൊടുക്കുക. ഈ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഈ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച 3 വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറൊക്കെ മാറി ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെയും കളറ് മാറിയെന്നും മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ ഉണ്ടല്ലോ, ആ കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുമ്പളങ്ങ ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 1-2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. കുമ്പളങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അടിക്ക് പിടിക്കൊന്നുമില്ല, കാരണം കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം, എണ്ണ അധികം ഇല്ലാത്തതുകൊണ്ട് അടിക്ക് പിടിക്കുന്നുള്ള പേടി വേണ്ട, കാരണം കുമ്പളങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് വരും. അപ്പോൾ ഇത് 1-2 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തോളൂ. ഇത് എരിവൊന്നും അധികമില്ല. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ മല്ലിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ റോസ്മെല്ല് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 പൊടികളും കൂടിയും ചേർക്കാനുണ്ട്. പക്ഷേ അതിന് മുന്നേ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ മസാലപ്പൊടികൾ കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ 2 പൊടികളും ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളറൊക്കെ നല്ല മസാലയുടെയൊക്കെ മൂത്തിട്ടുള്ള നല്ല കളറ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ കൂടുതലായിട്ട് എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിലും കുമ്പളങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നുകൊണ്ട് മസാലപ്പൊടികളൊന്നും കരിയില്ല. എന്നാലും സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഒരുപാട് എണ്ണ ഒഴിക്കണത് നല്ല ഹെൽത്തി അല്ലല്ലോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ. ഞാൻ അധികം എണ്ണ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ കൂടുതൽ ഒഴിക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റും കൂടും. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കേണ്ട, നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ടിട്ട് കൊടുക്കാമല്ലോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു സാധനവും കൂടിയും ചേർത്തിട്ടില്ല. നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ,
ആ പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് രണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ കത്തി കൊണ്ടൊന്ന് നടു പിളർന്നിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സിസർ കൊണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഈ പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം അത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട, കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. കുമ്പളങ്ങ വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്കൊരു കഷ്ടിയൊരു അരമുറിയോളം ഫ്രഷ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു തേങ്ങയാണ് ഫുൾ. അപ്പം ഞാൻ അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല, കറിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി ഒരു 4-5 ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇപ്പം കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ ഫുള്ളും വറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, ആകെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് വേവില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. കുമ്പളങ്ങയിൽ മസാലയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാരപ്പുണ്ടല്ലോ, ആ തേങ്ങാരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങാരപ്പ് ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ തേങ്ങ ചെറുതായിട്ടൊന്ന് വേവണം. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 30 സെക്കൻഡ് നേരമൊക്കെ ഒന്ന് ഇളക്കിയും കൊണ്ടിരിക്കുക. നമ്മുടെ കറിയിൽ വെള്ളം ഫുള്ളും വറ്റിപ്പോയിട്ടുണ്ട്, അരപ്പിലും വെള്ളമില്ല. അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് നോക്കി, അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നേരെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആ തേങ്ങയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ കുമ്പളങ്ങയിൽ മസാലയും തേങ്ങയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിത് ചപ്പാത്തിക്കാണ് കറി ഉണ്ടാക്കുന്നത്, അപ്പോൾ അധികം പുളി വേണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചോറിനാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടിയും അധികം തൈര് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തോളൂ. ഞാനിതിലധികം ഗ്രേവി വേണ്ട വെച്ചിട്ടാണ് അധികം വെള്ളം ഇല്ലാതെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തൈരൊക്കെ ചേർത്തിട്ട് ആ കുമ്പളങ്ങിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തൈരൊക്കെ എല്ലായിടത്തും നേരെ മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഈ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ സ്മെല്ല് നല്ലതാണ് കറിക്ക്. നേരെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ അടിപൊളി കുമ്പളങ്ങ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.